ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസ് കൊണ്ട് പുതിയ ഒരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയെടുത്തു നിന്നാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, സത്രം എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണിത്. ഇവിടുന്ന് സത്രത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ ഓൾഡ് സത്രം കണ്ടു. ഇനി നമുക്ക് കാണാനുള്ള ന്യൂ സത്രം കാണണം, സത്രം വ്യൂ പോയിൻറ്റുകൾ കാണണം. അവിടെ കുറേ വിശേഷങ്ങളുണ്ട്, അതൊക്കെ കാണണം. പിന്നീട് വള്ളക്കടവ് പോകണം. വള്ളക്കടവിൽ ഫോറസ്റ്റ് റൂട്ടാണ്, അത് പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിറച്ച് കാഴ്ചകളാണ്. എല്ലാവരും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പം എല്ലാവരും ഞങ്ങളുടെ ഈ യാത്രയിൽ ഒപ്പം കൂടിക്കൂ. മനോഹരമായ കാഴ്ചകൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കെല്ലാം അത് മനസ്സിലാവും. മനോഹരമായ കാഴ്ചയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. ആ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ യാത്ര തന്നെയുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ ആ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് അത് മനോഹരമായ ഒരു വീഡിയോ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു മനോഹരമായ ഒരു യാത്ര അനുഭവമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഇന്നും അതുപോലെ കിട്ടുമെന്ന് വിചാരിക്കാം. ചില പ്രതിസന്ധികൾ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾക്ക് നേരെ ഇനിയുള്ള ഈ എപ്പിസോഡിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. എങ്കിലും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലോട്ടൊന്നും കടന്നിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. അപ്പം സത്രം വ്യൂ പോയിൻറ്റിലേക്കുള്ള യാത്രയാണ് ആദ്യം നടത്തുന്നത്. സത്രം വ്യൂ പോയിൻറ്റിലേക്കുള്ള ഈ മനോഹരമായ വഴിയിലൂടെ പോയി സത്ര വ്യൂ പോയിൻറ്റിൻ്റെ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ യാത്രയുടെ തുറച്ച് തന്നെയാണല്ലോ. അപ്പോൾ ഗുരുപ്രസാദ് ഞാനും കൂടി തന്നെയാണ്. ഗുരുപ്രസാദിൻ്റെ റോണിങ് വണ്ടിയാണ് ഇപ്പോൾ ഗുരുപ്രസാദാണ് ഡ്രൈവ് ചെയ്തിട്ടിരിക്കുന്നത്. കുറച്ചൊരു ഓഫ് റോഡ് ട്രയലൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മറ്റേ വള്ളക്കടവിലേക്ക് പോകുന്നതും ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം, റോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ വ്യൂ പോയിൻറ്റിലേക്ക് കയറാം. വായോ, കൂടെ വായോ. ഇതിലേ പോയാൽ ഇങ്ങോട്ട് പോയാലാണ് നമുക്ക് വേസ്റ്റയ്ക്ക് താഴെ വേസ്റ്റക്കിലോട്ട് വന്ന് താഴെ പോകും. സത്രം, ഈ സത്രം വ്യൂ പോയിന്റ് അത് 5 മൂന്നാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. പറ്റില്ല, പറ്റുമോ? കുറേ ആളിരിക്കുമ്പോഴാണ് സ്റ്റെബിലിറ്റി. പിന്നെ ബ്രേക്ക് കിട്ടും അല്ലേ? കുറേ ആളില്ലെങ്കിൽ ബ്രേക്ക് കിട്ടത്തില്ല. നിരങ്ങില്ലേ? എന്താ അവിടെ നിറയാനും ഏജിയസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഏജിയസ് ആണെങ്കിൽ നിരങ്ങത്തില്ല. നിറയാൻ പറ്റത്തില്ലേ? വണ്ടി എല്ലാം ചെറുപ്പം ഇവിടെ വെച്ചു കുഴപ്പമില്ല. തിരിച്ചു കയറേണ്ടിയാണ്. ഓഫ് റോഡ് കിങ്ങാണ് അപ്പോൾ അല്ലേ? നൈസായിട്ടേക്ക് പോകുന്നത്. ഓഫ് റോഡ് ഓടത്തില്ലെന്ന് പറയുന്നുണ്ട്. എക്സ്ട്രീം ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ചാടി ചാടി പോകുന്ന പരിപാടിയാണ് നടക്കത്തില്ല. പന്ത്രണ്ടെങ്കിൽ ഞാൻ ക്ലച്ച് താങ്ങി ഓട് തന്നെയാണ്. ഇങ്ങനെ വന്നാൽ തന്നെ വണ്ടി വല്ലാണ്ട് കൈ നിൽക്കത്തില്ല. ഇവിടെ വെച്ച് താഴെ തന്നെ വാ. അല്ല, ഇവിടെ വെക്ക്. എന്നാ വാ, ഇറങ്ങി. വണ്ടി അങ്ങ് ഇറങ്ങുമോ നോക്കണേ. അവർക്ക് അവിടെ സെക്യൂരിറ്റി കാണും. വണ്ടി ഇറങ്ങുമോ താഴെ? കല്ല കുരുങ്ങിയോ?
നമുക്ക് അത് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ലേ? ഇറങ്ങാൻ പറ്റത്തില്ലല്ലേ അതിനകത്ത്? ഇല്ലേ? അടിക്കല്ലേ? അടിക്കുവോ? ആ നിർത്ത. നിങ്ങൾ എന്നോട് വരുന്ന ഇതും കൊണ്ടുപോകാൻ മനുഷ്യ അല്ലേ? അപ്പോൾ ഇടിമിന്നലുണ്ട് ഗൈസ്. അപ്പോൾ ഇനി അതേ ഇവിടെ നിൽക്കണ്ട ഗൈസ്, പോയേക്കാം. അതിൻ്റെ മുന്നേ കയറിയ മുല്ലപ്പെരിയാർ ഡാം കാണാൻ പറ്റത്തില്ലേ? അതെവിടെ കാണാൻ പറ്റുന്നത്? ആ ആന്നല്ലേ? വെള്ളമില്ലല്ലേ? ഇവിടെ നിന്ന് എന്തോ കാണാൻ പറ്റും? ഇവിടുന്ന് വേണ്ടേ? ഒന്നുമില്ല, വലിയ വ്യൂ ഒന്നുമില്ല. ആ ഓക്കെ, കമോൺ ഗോ. വാ കയറാനോ? എന്നാ നിർത്ത്. ഇടുന്നില്ലായിരുന്നു. ഞാൻ കൂളായിട്ട് പണ്ടൊക്കെ പണ്ടിയായിട്ട് ഇവിടെ പകുതി വരെ 3/4 ഭാഗത്തുണ്ട്. നോക്കണം. പവർ നല്ല കുടുംബം പവർ അതാണ് അല്ലേ? 6 വർഷം മുമ്പ് വീടാണ്. ഒരു യാത്രയെ പദ്ധതി കൊടുത്ത വീട് ഒന്നും ആയില്ല, ആരും താമസമില്ല. അപ്പോൾ തന്നെ ഉദ്ദേശിക്കാം ഈ അവധി യാത്രയെ പദ്ധതിക്ക് കിട്ടിയ അവർക്കെല്ലാം വേറെ അങ്ങനെ അതേക്ക് പോയി താമസിക്കുന്നത് ആയിട്ട് പോകണം. വണ്ടി പോകണം. ഇവിടെ ഗ്രിപ്പില്ല. ഞാൻ പറഞ്ഞു ഓ ഇത് അപ്പുറം മതിയോ? അപ്പുറം മതി പോ. വിളിക്കാണ്ടല്ലേ? അവിടെ ചോദിച്ചു എവിടെ പോയതാ അങ്ങോട്ട്? അമ്മയാണ് ഞാനേ ആ വണ്ടി കൊണ്ട് അധികം ഇത്ര ഒന്നും ചേർത്തില്ല. അത് മറ്റേ എൻ്റെ വണ്ടി, അത് 150 ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടിയൊന്നും പോയായിരുന്നു. അത് കിട്ടുന്ന സമയത്ത് നല്ല വണ്ടി. പക്ഷേ ഞാൻ ഇത്തരത്തിലുള്ള ഓടിക്കുന്നു. അതിലേ വീട്ടിൽ മേടിക്കൊടുക്കും. ഇതിലേ ജീപ്പ് വരെ ഇറക്കിയിട്ടുണ്ട്. ആ അതും വ്യൂ പോയിന്റാ. എല്ലാം ഒരു പരിധിയാണ്. പരിധിക്ക് അപ്പുറത്തേക്ക് 6 മാസം സ്റ്റോപ്പ് ചെയ്യില്ല. 6 മാസം അത് കഴിയുമ്പോൾ അഴിച്ചു വിടുമോ? അങ്ങനെ നിങ്ങൾക്കൊക്കെ ഇതിനെപ്പോഴാണ് സമയം കിട്ടും? നിങ്ങൾക്ക് ഒന്നിനും സമയമില്ലെന്ന് നിങ്ങൾ ഒന്നാമത് പറഞ്ഞത്. ഇവിടെ
ചെറിയ ഫ്ലൈറ്റ് അതിനകത്ത് കാണും അല്ലേ, പരിശീലിപ്പിക്കാനുള്ള. പോലീസ് അവർ മാത്രം ഒറ്റ വരാം. നിങ്ങൾക്ക് എൻ്റെ ആളല്ലേ, അവർ വേറെ യാത്രക്കാരാ. നാരങ്ങ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. തണ്ണിമത്തൻ കടയുടെ ആളാണോ നിങ്ങൾ? കടയുടെ ആളോ? അയ്യോ, ചോദിച്ച അബദ്ധമായോ? ഇവിടെ പഴയ പോലെ ആളൊന്നും വരുന്നില്ലല്ലേ? ഉണ്ടോ? അതെവിടാ അതെവിടാ അതെവിടാ? ഓ, മൂന്നാമത്തെ വ്യൂ പോയിന്റ്. അവിടെ എങ്ങനെയാ പോകുന്നേ? ഏതിലാ പോകുന്നേ? വള്ളക്കടവ് വഴി വേണം. ഞങ്ങള് വള്ളക്കടവ് പകുതി പോയി. ഇതിനകത്ത് ആന കയറി വരത്തില്ല. ഇതിനകത്ത് കയറി വരുമോ? ഫസ്റ്റ് ട്രിപ്പ് വരത്തില്ല. ഇതിനകത്ത് ആന കയറി വന്നല്ലോ, വരത്തില്ലേ ഇതിനകത്ത്? ആ, അതിനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല അല്ലേ? ഒരു ബോഡി, ഒരു മനുഷ്യന്റെ ബോഡി കിടക്കും, നോക്കിട്ട് വരാം. ഇതെന്ത് ഇത്? ആരോണ്ട് ചത്ത് കിടക്കുമെന്ന് തോന്നുന്നു. കൈയും കാലും ഇല്ലാത്തൊരു ബോഡി കിടക്കുന്നു. എന്റെ നമ്പർ കിട്ടും. അപ്പോൾ ഇത് ഒരു മനുഷ്യന്റെ ബോഡി ഒന്നുമല്ല. ഇതിവിടെ ഒരു സംഘം ഷൂട്ടിങ്ങുകാർ വന്നിട്ട് ഇവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ നടന്നായിരുന്നു, അതായത് ബോംബ് സ്ഫോടനം. ആ ബോംബ് സ്ഫോടനം ചിത്രീകരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ വേസ്റ്റാണിത്. ഇവിടുന്ന് താഴോട്ട് പോയപ്പോൾ ആ ചേട്ടനെടുത്ത് ഇത് കറക്റ്റ് താഴെ വെറുതെ കിടന്നു. അപ്പോൾ ഇതെടുത്ത് ഇവിടെ ഒരു ഇതായിട്ട് വെച്ച് ഒരു രസമായിട്ട്. അപ്പം ഏത് സിനിമയാണ് എന്നൊന്നും അറിയത്തില്ല, കാരണം ഇവിടെ വേറെ പൊതുജനങ്ങൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല. അങ്ങനെ ഷൂട്ടിംഗ് നടന്ന ബൊമ്മയാണ് യഥാർത്ഥ ശവം. എൻ്റെ അടുത്ത് ചെയ്യപ്പോ വരുന്നു. നിങ്ങൾ പോയിരുന്നെങ്കിലോ? ആ, കിട്ടിയോ? വീഡിയോ കിട്ടിയോ? പനോരമിക്കോ? അത് കാണിച്ചത് നിങ്ങൾ അതിനകത്ത്. കരിയായി പോയി. താഴെ വീണിട്ട് ഇതൊന്നും സംഭവിക്കത്തില്ല. ഒരു ഫ്രാക്ഷൻ റീസെറ്റ് ആവത്തില്ല. താഴെ ആകെപ്പാടെ എൻ്റെ മെമ്മറി കാർഡ് ഒന്ന് എതിർത്ത് എത്രയേ ഉള്ളൂ. ഫ്രാക്ഷൻ എങ്ങനെയാണ് താഴെ വീണ വ്യത്യാസം? അല്ലെ പിന്നെ ഫോൺ ഡെറ്റ് ആവും. ഇങ്ങനെ അതിസാഹസികമായ മറ്റേ ആക്ഷൻ ക്യാമറ ഇല്ലേ, അതിനകത്ത് ഇരിപ്പുണ്ട്. അത് ഓഫ് ചെയ്യാൻ പറ്റിയാൽ ഓഫ് ചെയ്യും. പറ്റത്തില്ല.
സത്രം ഇതല്ല, സത്രം അമ്പലമാണ്. അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട്. കാട് പോലെ എന്നുവെച്ചാൽ നിങ്ങൾ കണ്ടത് ഇവിടെ അത് അല്ലായിരിക്കും. നിങ്ങള് ഇത് നല്ല എത്ര വർഷമായി യൂണിറ്റ് അതൊക്കെ കഴിച്ചു ശബരിമല വാങ്ങിച്ചു. കേൾക്കാൻ പറ്റത്തും നിർത്തും വണ്ടിപ്പെരിയ ഉള്ളക്കടൽ ഇത് ഉള്ളക്കടൽ വള്ളക്കടൽ പോകുന്ന വഴിക്കായിരിക്കും നിങ്ങൾ പറഞ്ഞ ദിവസമാണ്. വഴി ചോദിക്കുന്നത് എവിടെയെങ്കിലും മാത്രമേ അതല്ല വഴി ചോദിക്കുന്നു പറഞ്ഞു. ഞാൻ നിങ്ങൾക്കല്ല അറിയാം. ഈ നാട് മുഴുവൻ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് വർത്താനം. അങ്ങനെ മുറിവേക്കാൻ നമുക്ക് ശരിയാക്കാം. പക്ഷേ നിങ്ങൾ പറയാൻ ഞാൻ വിശ്വസിച്ചു. വാവ്, നായിന്റെ മക്കളെ നിങ്ങൾ ആ കൊച്ചിനെ ഒന്ന് പിടിക്കാൻ നോക്കിക്കേ. ഇതൊന്നോ നീ എഴുതന്നാണല്ലോ. ഞാൻ ആദ്യം ഇട്ടേക്കുന്നത്. ഞാൻ വേറെ ഇട്ടേ. ഏതാ ഇട്ടേക്കുന്നേ? ഞാൻ പത്രം ഇട്ടേ. അതെ, പത്രമാണല്ലോ ഈ കാണിച്ചോണ്ടിരിക്കുന്നത്. അല്ല, പറയുന്നുണ്ടോ? തിരിച്ചു പോടാം, തിരിച്ചു പറഞ്ഞോണ്ടേ ഇരിക്കും. തിരിച്ചു പോടാം, നമുക്ക് തിരിച്ചു പോടാം, ഇത് തിരിച്ചു വിടാം. പോയത് അടിപൊളിയല്ലായിരുന്നു. റോഡ് കൊള്ളാം, സഞ്ചാര റോഡ്. ഇല്ല, ഞങ്ങൾ കണ്ടായിരുന്നു. ഇല്ല, സത്രത്തിൽ ആന ഉണ്ട്. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് ഉള്ളായിരുന്നു. ആന ഞങ്ങൾ വ്യൂ പോയിന്റ് ഉണ്ടോ? ആ, അവിടെ ഇങ്ങനെ ആന അപ്പുറത്തെ മലയിൽ ഇങ്ങനെ ആന ഇങ്ങനെ കയറി വരും. അത് വരും. ഞാനതിന് മുമ്പ് പോകുന്നു, എനിക്ക് പേടിയായി. എന്നാൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. 5:30 അവിടെ ഞാൻ ഇരുന്ന് കുറേ നേരം ഇരുന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം ഇരിക്കാൻ കിടന്നു. മല തീ പിടിച്ച പോലെ വരുന്നത്. ആ, ഒരു കഥ. ഓഫ് റോഡ് കേപ്പബിലിറ്റി, ഓഫ് റോഡ് എന്തോ ഓഫ് റോഡ് കേപ്പബിലിറ്റിയോ? ആ, ഉണ്ടോ നോക്കാം. NCC കുട്ടികൾക്ക് പരിശീലനം പറക്കൽ കൊടുക്കുന്ന ഇതൊക്കെയാണ് ഇതൊരു ടെൻഷനുണ്ട്. എന്തോ ഒരു എല്ലാവരും രാജ അതെയോ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഓണൊക്കെ പറ്റും. ഇതില്ല, ഇത് റിസോർട്ട്.
ഓൾറെഡി റെയിൻകോട്ട് ഇട്ടേക്കുവാണല്ലോ അല്ലേ? പിന്നെന്താ ഇത്? വെള്ളം കയറിയ വെള്ളം കയറി ജാക്കറ്റ് അല്ലേ? അത് പറയണ്ടേ? എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വെള്ളം കയറി ജാക്കറ്റാ ഇന്ന് കാര്യം. ആ മതി, ചാക്കായാലും മതി. ഞാൻ കണ്ട് നിങ്ങളുടെ ബാഗിനകത്ത്. എൻ്റെ ഇരിക്കുന്ന മഞ്ഞക്കോട്ടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ സൈറ്റേ മച്ചാൻ കൊണ്ട് തന്നെ എനിക്ക് എത്ര വർഷമായെന്നറിയാം. എനിക്ക് 4 സീസണാണെന്ന് തോന്നുന്നു. ഇറങ്ങിയ സമയത്ത് മച്ചാൻ കൊണ്ട് തന്നെ